ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിളിൽ പുണ്യവതികളായ നിരവധി മാതാപിതാക്കളുടെ മഹനീയ മാതൃകകൾ കാണാവുന്നതാണ്. പഴയ നിയമത്തിലെ പ്രവാചക പ്രമുഖനായ ശമൂവേലിൻ്റെ മാതാവായ ഹന്ന അതിന് നല്ലൊരു ദൃഷ്ടാന്തമാണ്. ദീർഘനാളത്തെ പ്രാർത്ഥനയുടെയും വഴിപാടിൻ്റെയും ഫലമായി ഹന്നയ്ക്ക് ലഭിച്ച പുരുഷ സന്താനമായിരുന്നു ശമൂവേൽ. ആ കുഞ്ഞിനെ അവൾ ദൈവത്തിന് സമർപ്പിക്കുകയാണുണ്ടായത്. തൻ്റെ മിഷണറി യാത്രയിൽ സഹായിയായിരുന്ന തീമോത്തിയോസിൻ്റെ അമ്മയുടെയും വല്യമ്മയുടെയും വിശ്വാസത്തെയും അർപ്പണബുദ്ധിയെയും കുറിച്ച് വിശുദ്ധ പൗലോസ് പരാമർശിച്ചിട്ടുള്ളതും സ്മരണീയമാണ്. അമ്മമാരുടെ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സ്വാധീനം ഏറ്റവുമധികം ഉണ്ടാകുന്നത് മക്കളിലാണല്ലോ. ഒരു പുരോഹിതൻ്റെ സഹധർമ്മിണി അദ്ദേഹം പള്ളിയിലോ മറ്റ് പ്രസംഗവേദികളിലോ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴികാട്ടലും സംരക്ഷണവും അദ്ദേഹത്തിന് ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. ആ പ്രാർത്ഥന അവരുടെ മകൾ ശ്രദ്ധിച്ചിരുന്നു. അമ്മയുടെ പ്രാർത്ഥന അവളുടെ മനസ്സിൽ ആഴമായി പതിഞ്ഞു. കാലങ്ങൾ കഴിഞ്ഞ് അവൾ വിദേശത്ത് പഠനത്തിനായി പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ സഹപാഠികൾ ചോദിച്ചു, തനിച്ചു പോകാൻ നിനക്ക് പേടിയില്ലേ? പേടിയോ? എന്തിനു പേടിക്കണം? എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ എന്നായിരുന്നു മറുപടി. പ്രാർത്ഥിക്കുന്ന ഒരമ്മ പിന്നിലുണ്ടെന്നുള്ളതായിരുന്നു അവളുടെ സുരക്ഷിതത്വ ബോധത്തിൻ്റെ രഹസ്യം. മക്കളുടെ നല്ല ഭാവി കൊതിക്കുന്ന ഓരോ അമ്മമാരും കുരിശിൻ്റെ ചുവട്ടിൽ തൻ്റെ മക്കളെ സമർപ്പിക്കുക. തൻ്റെ മക്കളുടെ ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാകുന്നതിനു വേണ്ടി എന്തെല്ലാം സമ്പാദ്യങ്ങൾ വാരിക്കൂട്ടിയാലും പ്രാർത്ഥിക്കുന്ന ഒരമ്മയില്ലെങ്കിൽ അവരുടെ ജീവിതം സുരക്ഷിതമാകുന്നില്ല. മകൻ ശരീരത്തിൽ ചുമന്ന കുരിശിൻ്റെ ഭാരം ഹൃദയത്തിൽ ഏറ്റെടുത്തവളാണ് പരിശുദ്ധ അമ്മ. ആ അമ്മ മനസ്സ് ഓരോ അമ്മമാരിലും ഉണ്ടാകട്ടെ. യോഹന്നാൻ 16:21. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.